കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഇംഗ്ലീഷിന് ഏറെ പ്രിയം കൂടിയിരിക്കുകയാണ്. സമൂഹ മാധ്യമ രാഷ്ട്രീയ ട്രോളുകളെല്ലാം ഇംഗ്ലീഷ് ചുവയാണ് എന്ന് വേണം പറയാൻ. SFIയും ഇംഗ്ലീഷും അതാണ് പൊതു ചർച്ചാ വിഷയം. മുമ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഇംഗ്ലീഷ് കേട്ട് കേരളം മുഴുവൻ ചിരിച്ചിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ കൂടിയായ മന്ത്രിയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ വൈറലാകുകയായിരുന്നു. ഇന്ത്യ ടുഡേയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇവർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ രസകരമായ ട്രോളുകളാണ് അന്ന് വന്നത്. അതേപോലെ ഇപ്പോൾ SFIക്കും സോഷ്യൽ ലോകത്ത് ട്രോളുകൾ കൊണ്ട് ആറാട്ടാണ്. ഗവർണറും സർവകലാശാല വൈസ് ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പ്രമുഖ കോളേജുകളിലും ഗവർണർക്കെതിരായ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകൾ ഉയർന്നത്. തൃശൂർ കേരളവർമ്മ കോളേജിന്റെ കവാടത്തിൽ ഉയർന്ന ബാനർ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു. ഗവർണറും SFIയും തമ്മിലുള്ള പോരുമുറുകിയ സാഹചര്യത്തിൽ ഗവർണർക്കെതിരെയുള്ള സമരത്തിൽ ഉയർന്ന ബാനറുകളിലെ ഇംഗ്ലീഷ് വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ്. SFI ഉയർത്തിയ ബാനറുകളിലെ വാക്കുകൾ ഒന്ന് നോക്കിയാലോ. യു വോണ്ട് ഡു എനി ഡ്രൈ ജിഞ്ചർ, നീ ഒരു ചുക്കും ചെയ്യില്ല. യുവർ ഇൻസ്റ്റാൾമെന്റ് വിൽ നോട്ട് വർക്ക് ഹിയർ, നിന്റെ ഒരടവും ഇവിടെ നടക്കില്ല. യു ആഡ് നോ ആഡ്, നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. യു ഡോണ്ട് ടെൽ എ ഗ്രാസ്, നീ ഒരു പുല്ലും പറയണ്ട. യു ബണ്ടിൽ യുവർ ബണ്ടിൽ, നിന്നെ കൊണ്ട് കെട്ടിക്കും എന്നിങ്ങനെയൊക്കെയാണ് SFIയുടെ ഭാഷ പാണ്ഡിത്യം തെളിയിച്ച വാക്കുകൾ. SFIക്കാർ മഹാരാജാസ് കോളേജിലും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലും തൃശൂർ കേരളവർമ്മ കോളേജിലും ഉയർത്തിയ ബാനറുകൾ അക്ഷരത്തെറ്റുകളും നിലവാരമില്ലാത്ത ഇംഗ്ലീഷ് കൊണ്ട് ദേശീയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. തൃശൂർ കേരളവർമ്മ കോളേജ് പ്രവേശന കവാടത്തിൽ തന്നെ ഗവർണർക്കെതിരായി ഉയർത്തിയ ബാനർ SFIയുടെ മുഖം നഷ്ടപ്പെടുത്തുന്ന ഒന്നായിരുന്നു. നിന്റെ പരിപ്പ് ഇവിടെ വേവൂല എന്ന് ഗവർണറോട് പറയുന്ന പോസ്റ്ററിന്റെ ഇംഗ്ലീഷ് രൂപം യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ബ്ലഡി സംഘി ഖാൻ എന്നായിരുന്നു. നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന അർത്ഥത്തിൽ യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ബ്ലഡി സംഘി ഖാൻ എന്നെഴുതിയ ബാനറാണ് കോളേജിന്റെ SFI യൂണിറ്റ് കവാടത്തിൽ ഉയർത്തിയത്. എന്നാൽ ബാനറിലെ ഇംഗ്ലീഷിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വാഗ്വാദങ്ങൾ ഉയരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരളവർമ്മ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഒരു ഭാഗം രംഗത്തെത്തിയത്. ആരും ചിരിക്കരുത്, സംഗതി വളരെ സീരിയസ് ആണ്. യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നതുകൊണ്ട് കുട്ടി സഖാക്കൾ ഉദ്ദേശിച്ചത് തന്റെ പരിപ്പ് ഇവിടെ വേവില്ലടോ എന്നാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്നു 2021 തെരഞ്ഞെടുപ്പ് ജയിക്കും വരെ എന്ന് അഡ്വക്കേറ്റ് A ജയശങ്കർ കുറിക്കുകയും ചെയ്തു. ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് എഴുതി വെച്ചവൻ നാളെ ഭാവിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകും. ഇംഗ്ലീഷിന് ഇതിലും വലിയ ഗതികേട് വരാനില്ല. യുവർ ഇൻസ്റ്റാൾമെന്റ് നോട്ട് വർക്കിംഗ് ഹിയർ, നിന്റെ അടവ് ഇവിടെ നടക്കില്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് പോസ്റ്റിന്റെ താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് VT ബലറാമും ബാനറിലെ വ്യാകരണത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്ന കോളേജിലെ ഉയർന്ന ബാനർ ആണിത് എന്നായിരുന്നു BJP സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതിയുടെ പരിഹാസം. എന്നാൽ എതിർപ്പും ചെറുത്തുനിൽപ്പും ശുദ്ധഭാഷയുടെ ഗ്രാമറിന്റെയും ആവശ്യമില്ലെന്ന വാദവുമായി ഒരു ഭാഗം രംഗത്തെത്തി. അതിശക്തമായ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ചൂളിപ്പോയവരുടെ വ്യാകരണ പാഠങ്ങൾ കേരളത്തിന് ആവശ്യമില്ല. ചലച്ചിത്ര നിരൂപകൻ GP രാമചന്ദ്രൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്തു വെച്ച് അതിന്റെ ഇംഗ്ലീഷ് പദവും ഗ്രാമറും പരിശോധിക്കാൻ പോകുന്നവൻ ഊളകളുടെ രാജാവാണെന്ന് സാമൂഹിക വിമർശകൻ ബഷീർ വള്ളിക്കുന്ന് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. ബഷീർ വള്ളിക്കുന്നിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: കീലേരി അച്ചുവിന്റെ 4 ഭക്തന്മാർ നിരന്നിരിക്കുന്നു. പേരിന് പോലും മറുത്തൊരു വാദം പറയാൻ ഒരാളില്ല. കീലേരി അച്ചു അടിപൊളിയാണ്. കീലേരി അച്ചു റോഡിലൂടെ നടന്നു. കീലേരി അച്ചു എല്ലാവരെയും മലർത്തിയടിച്ചു. കീലേരി അച്ചു ഹലുവ തിന്നു. ഒരാൾ തമാശ പറയും, മറ്റ് 3 ആളും തല തല്ലിച്ചിരിക്കും. ഒരാൾ രോഷം കൊള്ളും, അപ്പോൾ മറ്റ് 3 ആളും രോഷം കൊണ്ട് പല്ല് ഞെരിക്കും. മുടിഞ്ഞ തമാശയായിരുന്നു. ആ തമാശക്കിടയിൽ ജയശങ്കറിന്റെ അപാര ഇംഗ്ലീഷ് ക്ലാസ്. യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നോ മറ്റൊരിടത്ത് പോസ്റ്റർ കണ്ടത്രേ. ദാലിന് ഇംഗ്ലീഷിൽ എന്തു പറയും എന്നറിയാത്തവന്മാരാണ് ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നതെന്ന്. നിന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്നത് കണ്ട തമാശയിൽ കുട്ടികൾ എഴുതി വെച്ചതാണ്. ബോത്ത് ആർ മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ദാലിന് ഇംഗ്ലീഷ് എന്നാൽ ആ വാചകത്തിന് തന്നെ ഇമ്പാക്റ്റ് പോകും. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്ത് അതിന്റെ ഇംഗ്ലീഷ് പദവും ഗ്രാമറും പരിശോധിക്കാൻ പോകുന്നവൻ ഊളകളുടെ രാജാവാണ്. പണ്ട് കോഴിക്കോട് ജംബോ സർക്കസ് വന്നപ്പോൾ ഞാൻ കാണാൻ പോയിരുന്നു. 4 കോമാളികൾ ഒന്നിച്ചു വന്ന് ഒരു കിടിലൻ പെർഫോമൻസ് നടത്തി. ഒരാൾ തമാശ പറയും, 4 ആളും ചേർന്ന് കുലുങ്ങിച്ചിരിക്കും. ആ പെർഫോമൻസ് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അതിനെ കടത്തിവെട്ടുന്ന ഒരു പെർഫോമൻസ് ഇന്നാണ് കണ്ടത്. ഇതോടുകൂടി SFIയുടെ മുഖം വൈകൃതമായി എന്ന് വേണം പറയാൻ. സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ SFIക്ക് നേരെ ഉയർന്നു വരുന്നത്. എത്ര ന്യായീകരിച്ചാലും SFIക്കാർ പഠിച്ചു പാസ്സാകാൻ നോക്കാനെന്നാണ് സമൂഹ മാധ്യമത്തിൽ വരുന്ന കമന്റുകളിൽ അധികവും.